ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡ് റെസിപ്പി കണ്ടു നോക്കിയാലോ. സേമിയ ഫ്രൂട്ട് സാലഡ്. ഈ ഒരു ഫ്രൂട്ട് സാലഡ് കസ്റ്റർഡ് പൗഡറൊന്നും ഇല്ലാതെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആർക്കും വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നല്ല ചൂടാണല്ലോ, ഈ ഒരു സമയത്ത് ഇതുപോലെ തണുപ്പിച്ച ഫ്രൂട്ട് സാലഡ് ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നല്ല റിലീഫായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആൻഡ് യമ്മി ആയിട്ടുള്ള ഈ ഒരു സേമിയ ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് സേമിയ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് സേമിയ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് വറുത്ത സേമിയാണെങ്കിൽ കൂടി ഒന്ന് നെയ്യിൽ ഇങ്ങനെ വറുത്തെടുത്തോളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. സേമിയ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് നല്ലൊരു സ്മെൽ വരുമല്ലോ, ആ ഒരു സ്മെല്ല് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് സേമിയക്ക് 2.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള പാല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഫുൾ ക്രീം മിൽക്കാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാലിൽ കിടന്നിട്ട് സേമിയ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 1/4 കപ്പ് അളവിൽ പഞ്ചസാര കറക്റ്റ് മധുരമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പം പാകത്തിലുള്ള മധുരമായിരിക്കും. അപ്പോൾ പഞ്ചസാര കൂടി ചേർത്തിട്ട് സേമിയ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് ഇപ്പോൾ ഇവിടെ സേമിയ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പായസം ഒന്ന് തിക്കായിട്ട് കിട്ടാനായിട്ട് ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ മൈദ, അതും അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി 1/4 കപ്പ് പാലിൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഈ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കസ്റ്റർഡ് പൗഡറാണ് ഇഷ്ടമുള്ളതെങ്കിൽ കസ്റ്റർഡ് പൗഡർ ഈ സമയത്ത് മിക്സ് ചെയ്തിട്ട് പായസത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും കസ്റ്റർഡ് പൗഡറൊന്നും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആവുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് അരിപ്പൊടി യൂസ് ചെയ്യാം. അരിപ്പൊടി ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടി ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ പായസം തിക്കായി വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് കൂടി ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സേമിയ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ചൂട് ചെറുതായിട്ടൊന്ന് മാറി കഴിയുമ്പോഴേക്കും ഇത് ഒന്നുകൂടി തിക്കായി വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആപ്പിളും പൊമഗ്രാനേറ്റും മുന്തിരിങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴവും മാംഗോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ ഫ്രൂട്ട്സും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊമഗ്രാനേറ്റ് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നില്ല, കാരണം എപ്പോഴും നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് അത് കഴിക്കുന്ന സമയത്ത് മാത്രം അതിലോട്ട് പൊമഗ്രാനേറ്റ് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അത് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, പൊമഗ്രാനേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. പായസത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി പായസം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതായിരിക്കും, നല്ല തണുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് പായസം ഒഴിച്ചു കൊടുക്കാം. ഈ ഫ്രൂട്ട് സാലഡൊക്കെ എപ്പോഴും തണുപ്പിച്ച് കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നാണെങ്കിൽ ഇത് നല്ല തിക്കായിട്ട് തോന്നുവാണെങ്കിൽ ഇതിലോട്ട് നല്ല തണുപ്പിച്ച പാല് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പാല് കട്ടയാക്കിയിട്ട് അത് ഐസ് ട്രേയിൽ വെച്ചിട്ട് പാല് കട്ടയാക്കിയിട്ട് ആ ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി. എന്തായാലും ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കരുത്, തണുത്ത പാല് തന്നെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതാ നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള ഫ്രൂട്ട് സാലഡാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാൻ കുറച്ച് തണുത്ത പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. വളരെ ഈസി അല്ലേ? സേമിയ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കല്ലേ.